ഹലോ ഫ്രണ്ട്സ്, ഷെയർ മാർക്കറ്റ് മലയാളത്തിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ മുഹമ്മദ് റിയാസ്. നമ്മൾ പലരും മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്തവരുണ്ടാവാം, ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരുണ്ടാവാം. അപ്പോൾ ഇൻവെസ്റ്റ് ചെയ്തവർ തന്നെ അഥവാ ബ്രോക്കേഴ്സ് എന്നുള്ള അഡ്വൈസ് അനുസരിച്ച് ഫുൾ സർവീസ് ബ്രോക്കേഴ്സ് അഡ്വൈസ് തരാറുണ്ട്. അതിനനുസരിച്ചുള്ള അഡ്വൈസ് അനുസരിച്ചോ അല്ലെങ്കിൽ ബാങ്കുകളിൽ നിന്ന് തരുന്ന ചില ബാങ്കുകൾ അഡ്വൈസ് തരാറുണ്ട്, അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ട് അഡ്വൈസേഴ്സ് തന്നെയുണ്ട്. അവരുടെ അഡ്വൈസ് അനുസരിച്ചായിരിക്കും വാങ്ങിയിട്ടുണ്ടാവുക. പക്ഷേ മ്യൂച്വൽ ഫണ്ട് വാങ്ങുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, പക്ഷെ പലരും ശ്രദ്ധിക്കാത്ത ഒരു കാര്യം, അതിനെപ്പറ്റിയാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിൽ കിടക്കാം. അതായത് നമ്മൾ ഇന്ന് പല ഗ്രൂപ്പുകളിലും ഇതിനെപ്പറ്റി ഡിസ്കഷൻ വന്നുകൊണ്ട് തന്നെ പലർക്കും ഇതിനെപ്പറ്റി അറിവുണ്ടായിരിക്കാം. പക്ഷേ അറിയാത്ത കുറേ ആൾക്കാരുണ്ട്. അവർക്ക് ഈ വീഡിയോ ഒരു ഉപകാരപ്രദമായിരിക്കും. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് ഡയറക്റ്റ് ഫണ്ടും റെഗുലർ ഫണ്ടും തമ്മിലുള്ള ഡിഫറൻസിനെ കുറിച്ചാണ്. നിങ്ങൾക്കറിയാം, ഡയറക്റ്റ് ഫണ്ട് മ്യൂച്വൽ ഫണ്ട് ഹൗസിൽ നിന്ന് ഡയറക്റ്റായിട്ട് നമ്മൾ വാങ്ങുന്നതാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഇടയിൽ ഇടനിലക്കാർ ഇങ്ങനെയുള്ള ബ്രോക്കേഴ്സോ അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ട് അഡ്വൈസേഴ്സോ ആയിരിക്കാം. അപ്പോൾ ആ ഒരു കമ്മീഷൻ ഈ മ്യൂച്വൽ ഫണ്ടിന് അവർക്ക് കൊടുക്കേണ്ടി വരുന്നില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു എമൗണ്ട് എക്സ്പെൻസിൽ നമ്മുടെ മ്യൂച്വൽ ഫണ്ട് തരുമ്പോൾ ഒരു എക്സ്പെൻസ് റേഷ്യോ ഉണ്ട്. ഒരു എക്സ്പെൻസ് റേഷ്യോ അതിൽ നിന്ന് കട്ടാകുന്നുണ്ട്. നമുക്കുള്ള ഇൻകം അത് NAV നിന്ന് ഒരു ഡിസ്കൗണ്ട് ചെയ്യുന്നതാണ് ശരിക്കും. ആ ഒരു എമൗണ്ട് ഈ എക്സ്പെൻസിൽ ഈ ഒരു കമ്മീഷൻ വരാത്തതുകൊണ്ട് തന്നെ അത്രയും എമൗണ്ട് നമുക്ക് ലാഭമായിട്ട് കിട്ടും ഡയറക്റ്റ് ഫണ്ട് വാങ്ങുമ്പോൾ. പക്ഷേ റെഗുലർ പ്ലാനിൽ നമുക്ക് ഇടനിലക്കാരുള്ളതുകൊണ്ട് തന്നെ അവർക്കുള്ള ഒരു കമ്മീഷനും കൂടി ചേർത്തായിരിക്കും ഈ ഒരു ഇത് വരുന്നത്, എക്സ്പെൻസ് റേഷ്യോ വരുന്നത്. അപ്പോൾ നമുക്ക് എപ്പോഴും ലാഭം ഡയറക്റ്റ് ഫണ്ട് വാങ്ങുന്നതാണ്. നമ്മൾ മ്യൂച്വൽ ഫണ്ട് വാങ്ങുമ്പോൾ അതിൻ്റെ പേരിനൊന്നിച്ച് കാണാൻ പറ്റും, ഡയറക്റ്റ് അല്ലെങ്കിൽ റെഗുലർ എന്ന് ഏതൊരു ഫണ്ട് പേരിൻ്റെ ഒന്നിച്ച്. നമ്മൾ ഇതിപ്പോൾ കാണുന്നത് ഫയേഴ്സിൻ്റെ ഡയറക്റ്റ് ഫണ്ട് പ്ലാറ്റ്ഫോമാണ്. ഡയറക്റ്റ് ഫണ്ട് വാങ്ങാനുള്ള ഫയേഴ്സ് എന്നുള്ള ബ്രോക്കർ തുടങ്ങിയ പ്ലാറ്റ്ഫോം. അതിൻ്റെ ഫയേഴ്സിൽ അക്കൗണ്ട് തുടങ്ങാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് ആ ഡിസ്ക്രിപ്ഷൻ ലിങ്ക് വഴി നിങ്ങൾക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാവുന്നതാണ്. നമ്മളിപ്പോൾ ഡിഫറൻസ് മെയിനായിട്ട് ഇപ്പോൾ പറഞ്ഞു തന്നെയാണ്. ഒന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ എക്സ്പെൻസിൻ്റെ കാര്യമാണ്. അതായത് നമുക്ക് ഈ ബ്രോക്കേഴ്സിന് കൊടുക്കുന്ന എക്സ്പെൻസ് വരുന്നില്ല. അതായത് ഏകദേശം 1% കൂടുതലാളും വരാറുണ്ട് സാധാരണ ഈ ഒരു കമ്മീഷൻ എന്നുള്ള എമൗണ്ട്. അതിപ്പോൾ ചെറിയൊരു ടൈം ഫ്രെയിമിനല്ല നമ്മൾ മ്യൂച്വൽ ഫണ്ട് എപ്പോഴും വാങ്ങുന്നത്, ഒരു ലോങ് ടേമിലേക്കാണ്. അപ്പോൾ ആ ഒരു എമൗണ്ട് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ SIP പോലെ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു ടൈം കൊടുക്കുന്ന എമൗണ്ട് ചിലപ്പോൾ ചെറുതായിരിക്കാം. പക്ഷേ അത് ഒരു ലോങ് ടേമിൽ 20 yearsോ മറ്റോ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നല്ലൊരു എമൗണ്ട് ആയിട്ട് മാറും. അപ്പോൾ അത് നമ്മുടെ ടോട്ടൽ എമൗണ്ടിനെ അത് ബാധിക്കും. നല്ലൊരു എമൗണ്ട് നമുക്ക് ലാഭിക്കാൻ പറ്റും ഈ രീതിയിൽ ചെയ്യുമ്പോൾ, ഡയറക്റ്റ് ഫണ്ട് തന്നെ വാങ്ങുമ്പോൾ. പക്ഷേ ഇതിലുള്ള ഒരു ഇതെന്ന് പറഞ്ഞാൽ റെഗുലർ പ്ലാനിൽ ചിലപ്പോൾ അഡ്വൈസേഴ്സ് ആയിരിക്കും നമ്മൾ തരുന്നത്. പക്ഷേ അപ്പോൾ അഡ്വൈസേഴ്സ് ഉണ്ട്, അവർ നമ്മൾ അഡ്വൈസ് ചെയ്യും ഏത് മ്യൂച്വൽ ഫണ്ട് വാങ്ങുന്നുള്ളത്. പക്ഷേ അതിന് നമ്മളെ സഹായിക്കുന്ന പല വെബ്സൈറ്റുകളും, ഡയറക്റ്റ് ഫണ്ട് വിൽക്കുന്ന പല വെബ്സൈറ്റുകളും, ഇപ്പോൾ ഞാൻ ഇപ്പോൾ കാണിക്കുന്ന ഫയേഴ്സ് ഡയറക്റ്റ് അല്ലെങ്കിൽ ഗ്രോ ആപ്പ്, അങ്ങനെയുള്ള പല വെബ്സൈറ്റുകളുണ്ട്, ഇപ്പോൾ ആപ്പുകളും ഉണ്ട്. അപ്പോൾ അതിൽ ഡയറക്റ്റ് ഫണ്ട് നമുക്ക് തന്നെ വാങ്ങാൻ പറ്റും. നമുക്ക് അതിനെ പറ്റിയുള്ള എല്ലാ ഇൻഫർമേഷൻസും അതിൽ കിട്ടും നമുക്ക്. അപ്പോൾ നമുക്കത് കമ്പയർ ചെയ്തിട്ട് നമുക്ക് തന്നെ വാങ്ങാൻ പറ്റുന്ന രീതിയിൽ ഇത് ഡിസൈൻ ചെയ്ത പല വെബ്സൈറ്റുകളുണ്ട്. ഇപ്പോൾ ഇതിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇതൊരു 5,000 നമ്മൾ SIP പോലെ 20 വർഷത്തേക്ക് ഏകദേശം 15% CAGR ഗ്രോ ചെയ്യുന്ന രീതിയിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്താലുള്ള ഡിഫറൻസ് ആണ്. ഏകദേശം 12 lakhൻ്റെ ഡിഫറൻസ് വരുന്നുണ്ട്, 12 ലക്ഷത്തിൻ്റെ. ഇത് 5,000 വെച്ചിട്ട് ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴാണ് നിങ്ങൾ എത്രയാണ് ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ആ എമൗണ്ട് ഇതിൽ കൊടുത്താൽ ഏകദേശം നമുക്ക് എത്ര CAGR നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ലെങ്കിലും ഏകദേശം കൊടുക്കാം ഒരു എമൗണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതിൽ എത്രത്തോളം ഡിഫറൻസ് വരുന്നുള്ളത്. ഇപ്പോൾ ഇതിൽ തന്നെ നമുക്ക് 1 ടൈം ഡെപ്പോസിറ്റ് അല്ലെങ്കിൽ ലംസം ആണെങ്കിൽ ഏകദേശം 10 lakhോളം നമ്മളിപ്പോൾ ഒറ്റയടിക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് 20 yearsലേക്ക്. 15% CAGR അത് ഗ്രോ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം കാണാൻ പറ്റും 31 lakhോളം ഡിഫറൻസ് വരുന്നുണ്ട് നമുക്ക് 20 year കഴിഞ്ഞ് കിട്ടുന്ന നമ്മളെ എമൗണ്ടിൽ. അത്രത്തോളം നമുക്ക് തുക ലാഭിക്കാൻ പറ്റും. അത്രത്തോളം തുക കൂടുതൽ അധികം നമുക്ക് കിട്ടും. ഇപ്പോൾ ഇതിൽ കാണാൻ പറ്റും ഏകദേശം 1.4 CR 1.10 CR അത്രയും വ്യത്യാസം വരുന്നുണ്ട് റെഗുലർ ഫണ്ടും ഡയറക്റ്റ് ഫണ്ടിലും കിട്ടുന്ന എമൗണ്ട് ടോട്ടൽ. നമുക്ക് ഈ ഒരു പീരീഡ് കഴിഞ്ഞാൽ, നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് പീരീഡ് കഴിഞ്ഞാൽ കിട്ടുന്നത് നിങ്ങൾക്ക് ഇങ്ങനെ കമ്പയർ ചെയ്യാൻ പറ്റും നമുക്ക് ഈ സൈറ്റിൽ. പിന്നെ ഇങ്ങനെയുള്ള ഡയറക്റ്റ് വെബ്സൈറ്റുകൾ ഉപയോഗിക്കുന്നതുകൊണ്ടുള്ള ഗുണം എന്ന് പറഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് മ്യൂച്വൽ ഫണ്ട് സൈറ്റിലും പോയിട്ട് വാങ്ങാം. പക്ഷേ ഇങ്ങനെയുള്ള ഡയറക്റ്റ് മ്യൂച്വൽ ഫണ്ട് സൈറ്റ് ഫണ്ടുകൾ വിൽക്കുന്ന വെബ്സൈറ്റിൽ പോയിട്ട് വാങ്ങുമ്പോഴുള്ള ഗുണം എന്ന് പറഞ്ഞാൽ അതിൽ കുറേ ഇതേപോലത്തെ മ്യൂച്വൽ ഫണ്ടിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഓരോന്നിൻ്റെയും നമുക്ക് നമുക്ക് തന്നെ കമ്പയർ ചെയ്തിട്ട് വാങ്ങാൻ പറ്റും. ഏതെങ്കിലും ഒരു കമ്പനീൻ്റെ വെബ്സൈറ്റിൽ പോകുമ്പോൾ ആ ഒരു കമ്പനീൻ്റെ ഫണ്ടുകൾ മാത്രമേ കാണാൻ പറ്റൂ. അപ്പോൾ അതിനെപ്പറ്റി മാത്രമേ നോക്കാൻ പറ്റൂ. പക്ഷേ ഇപ്പോൾ ഇതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും പലതരം ഫണ്ടുകൾ.
ഒട്ടുമിക്ക ഫണ്ടുകളും ഇതിൽ ഡയറക്റ്റ് ഫണ്ട് അവൈലബിൾ ആണ്. അപ്പോൾ അതിനെ ഓപ്പൺ ചെയ്താൽ നമുക്ക് അതിൻ്റെ ഓരോ ഡീറ്റെയിൽസും കാണാൻ പറ്റും. അവരെ റിട്ടേൺ, മൾട്ടി ഇയർ റിട്ടേൺസ്, പോർട്ട്ഫോളിയോ, അവർ ഏതെങ്കിലും സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യം, അങ്ങനെയുള്ള കാര്യങ്ങൾ അറിയാൻ പറ്റും. പിന്നെ അതേപോലത്തെ മറ്റു ഫണ്ടുകളായിട്ട് നമുക്ക് കമ്പയറും ചെയ്യാം. ഏത് ഫണ്ടാണ് കൂടുതൽ നന്നായിട്ട് പെർഫോം ചെയ്യുന്നതെന്നുള്ള കാര്യങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങൾ മൊത്തം ഡീറ്റെയിൽസ് ഇതിൽ അവൈലബിൾ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെയുള്ള വെബ്സൈറ്റുകളാകുമ്പോൾ ആ ഒരു ഗുണം കൂടി ഉണ്ട്. ഡയറക്റ്റ് മ്യൂച്വൽ ഫണ്ട് വെബ്സൈറ്റിൽ പോയിട്ട് വാങ്ങുമ്പോൾ ആ കമ്പനീൻ്റെ ഫണ്ടുകൾ മാത്രമേ നമുക്ക് കാണാൻ പറ്റൂ. ഓക്കെ, നമുക്കിപ്പോൾ ഫയേഴ്സ് ഡയറക്റ്റിൻ്റെ ഫണ്ടിലാണെങ്കിൽ നമുക്ക് ഫയേഴ്സിൻ്റെ അക്കൗണ്ട് വഴി നമുക്ക് ലോഗിൻ ചെയ്താൽ നമുക്ക് അതിൽ മൊത്തം ഡീറ്റെയിൽ നമുക്ക് അതിൽ നിന്ന് തന്നെ പർച്ചേസ് ചെയ്യാൻ പറ്റും. നമ്മുടെ ഡിമാറ്റിൽ അതിൻ്റെ ഡീറ്റെയിൽസ് കാണിക്കുകയും ചെയ്യും. പിന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഒരു ഗുണം എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ സൈറ്റ് വഴി നമ്മൾ തന്നെ നേരിട്ട് വാങ്ങുമ്പോൾ ഒരു ഗുണം, മിസ് സെല്ലിംഗ് എന്നുള്ളൊരു പ്രശ്നമില്ല. പലപ്പോഴും നിങ്ങൾക്ക് അറിയായിരിക്കും അഡ്വൈസേഴ്സ് തരുന്നത് അവർക്ക് കൂടുതൽ കമ്മീഷൻ അല്ലെങ്കിൽ കൂടുതൽ ഗുണം കിട്ടുന്ന ഫണ്ടുകളായിരിക്കും അവർ അഡ്വൈസ് ചെയ്യുന്നത്. അല്ലാതെ നമ്മളെ കാര്യം അവരെപ്പോഴും നോക്കണമെന്നില്ല. ഏത് കമ്പനിയാണ് അവർക്ക് ഏറ്റവും കൂടുതൽ കമ്മീഷൻ വരുന്നത് അതായിരിക്കും. ചില ബാങ്കുകളിൽ നമ്മൾ മ്യൂച്വൽ ഫണ്ട് വാങ്ങാൻ പോയാൽ നമുക്ക് അറിയായിരിക്കും, ചിലപ്പോൾ നമുക്ക് യുലിപ്പായിരിക്കും അവർ വിറ്റ് അവസാനം നമ്മൾ തിരിച്ചു വരുമ്പോൾ നമ്മൾ തലയിൽ വെക്കുന്നത്. അപ്പോൾ അത് നല്ലതാണെന്ന് അവർ നമ്മൾ പറഞ്ഞ് തോന്നിപ്പിക്കും. ഇപ്പോൾ ഇത് ഫയേഴ്സിന്റെ പ്ലാറ്റ്ഫോമിൽ കാണാൻ പറ്റും. എല്ലാ തരത്തിലും മ്യൂച്വൽ ഫണ്ട്സും ഇതിൽ കാണാൻ പറ്റും. അതുകൂടാതെ അതിൽ സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതിൽ സെർച്ച് ചെയ്താൽ വേണ്ട ഫണ്ടുകൾ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് കാണാൻ പറ്റും, പഠിക്കാൻ പറ്റും. എന്നിട്ട് നമുക്ക് കമ്പയർ ചെയ്ത് നമുക്ക് തന്നെ സെലക്ട് ചെയ്തിട്ട് വേണ്ട മ്യൂച്വൽ ഫണ്ട് നമുക്ക് തന്നെ പർച്ചേസ് ചെയ്യാം. ഇതുവഴി വാങ്ങുന്ന ഫണ്ടുകൾ നമ്മുടെ ഡിമാറ്റിലും കാണാൻ പറ്റും. ഫയേഴ്സിന്റെ ഡിമാറ്റ് അക്കൗണ്ടിൽ കാണാൻ പറ്റും. നമുക്ക് ആ ഒരു പൈസ കൂടി നമുക്ക് ഫയേഴ്സിൽ അക്കൗണ്ടിലുള്ളവരാണെങ്കിൽ ജസ്റ്റ് ആ മോഡിലുള്ള ലോഗിൻ ബട്ടൺ ക്ലിക്ക് ചെയ്ത ശേഷം നമുക്ക് ലോഗിൻ ചെയ്യാം. അതിനുശേഷം നമുക്ക് ഇതിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് പർച്ചേസ് ചെയ്യാം. SIP ആണെങ്കിൽ അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ ലംസം ആണെങ്കിൽ അങ്ങനെയും ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ്.